സോ ഹലോ വാട്സപ്പ് ഗൈഡ്സ് മീ വൈപ്രോൺ ഗെയിമിങ് എൻ്റെ മറ്റൊരു ഗെയിം വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഞാനിന്ന് കളിക്കുന്ന പ്രൈം റഷ് എന്നൊരു ഗെയിമാണ്. പ്രൈം റഷ് എന്ന് പറയുന്നത് ഇൻഡസ് ആണ് സംഭവം ഈ ഗെയിം. പക്ഷേ എന്തുകൊണ്ട് ഇവർ പ്രൈം റഷിലേക്ക് മാറ്റുന്ന അറിയത്തില്ല. പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ കാണാത്തവരെ കാണുക, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിക്കുക. റോഡ് ടു 100K ഫാമിലി അത്രയും വരെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം വ്യൂസിന് കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താലേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഒരു ബാറ്റിൽ റോയൽ മാച്ചിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. എന്താവോ എന്തോ അറിയത്തില്ല, കിട്ടിയാൽ മതി. അയ്യോ, ഓക്കെ ഡയറക്റ്റ് വന്ന് ഇറങ്ങിയത് ബാറ്റിൽ റോയലോട്ട് പോകുന്നത്. സ്ക്രീൻ ടച്ച് പോയത് കുഴപ്പമില്ല ഗൈസ്, പോട്ടെ. ഇവർ കാണിച്ചു തരും എങ്ങനെയാണ് ഗൈസ്. പിന്നെ ഈ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് മറ്റേ ഫ്രീ ഫയർ, BGMI, കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാം കൂടി ബേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം കൂടി ഒരുമിച്ച് വന്നേക്കുന്ന ഒരു കൊളാബറേഷൻ ആണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇത് നേരെ ലാൻഡ് ആവുമോ? എന്താ ആനിമേഷൻ അതിൻ്റെ? ആ കൊള്ളാമല്ലോ, നല്ല വിഷയമില്ല എനിക്ക്. ഒടുക്കത്തെ ഇത് കുഴപ്പമില്ല. ഓട് വർമ്മ, വേഗം ഓട്. ഓക്കെ, ഇനി ഗൺസിൻ്റെ കളക്ട് ബുള്ളറ്റ് കളക്ട് ചെയ്ത് AWM ഉണ്ട്. പിന്നെ ഇത് തോക്കാൻ എനിക്ക് മനസ്സിലായില്ല. AWM പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓടട്ടെ കിട്ടി. എടുത്ത് തോക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. തോക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുത്ത് ഇപ്പോഴാണ് AWM കിട്ടിയത്. ഓടട്ടെ കളക്ട് ചെയ്യട്ടെ, ബുള്ളറ്റുകളെല്ലാം കളക്ട് ചെയ്യട്ടെ. ഓടട്ടെ ആരടാ അടിക്കുന്നത്? കണ്ണ് ബാക്കുലിയട്ടെ തേങ്ങ. അവൻ ചാടി മണ്ടക്കെത്തി. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല. എവിടാ സേഫല്ലെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അടുത്തെത്തി. എവിടെ? അയ്യോ, ഓടി നീച്ചിട്ട് ബെറ്ററെന്ന് തോന്നുന്നു. റോക്കറ്റ് പോലെ ഓടുക. എൻ്റെ എബിലിറ്റി എന്ന് ഇറങ്ങിയ റണ്ണിങ് ആണ് എടുക്കുന്നത്. ഇതിനകത്ത് 3 എബിലിറ്റി ഇറങ്ങിയ ഡിഫൻസ്. ഒരു മിനിറ്റ്. അടി കിട്ടിയില്ലോ. എന്തില്ല ആകെ ഇത് മണ്ണക്കോട്ട് പോകുന്നു. ആഷിനടുത്ത് ഫയർ ബട്ടനൊക്കെ വരും. ഓടി പുറകിൽ നിന്ന് അടിക്കുന്നത്. എന്തോ അടിയാ? ബുള്ളറ്റ് പോലും ഇറക്കാൻ പോലും സമ്മതിക്കാത്ത അടി. ഒടുക്കത്തെ അടി. അന്നേരം ഫയർ ബട്ടൺ വരും. നശവേ അടി ചത്തു. അത്രേ ഉള്ളു. കൊല്ലുമെന്ന് പറയാൻ കൊന്നിരിക്കും കൈസ്. പിന്നെ ഇതിനകത്ത് 3 ഫയർ ബട്ടൺസ് വരുന്ന അതാണ്. ഇപ്പോൾ കണ്ടല്ലോ, മറ്റേ സ്കോപ്പും ഇതെല്ലാം കൂടി ലിങ്ക് ആയിട്ടുള്ള നമ്മുടെ ഫ്രീ ഫയറിൻ്റെ നമ്മുടെ സ്കോപ്പും ഫയർ ബട്ടണും ഒരുമിച്ച് ചെയ്തിട്ട് ഫയർ ചെയ്തില്ല. അതുപോലെ ഒരു സംഭവമാണ് ഇത്. ഇനി ഇവിടെ നിന്ന് തടി കേടാവും. ഓടുന്നേ പറ്റും. ആരെങ്കിലും വരട്ടെ അടിച്ച് കൊല്ല, അല്ലെങ്കിൽ തങ്ങൾ ചത്തുപോവാം. അടികൊണ്ട് ചത്തുപോവാം ഗൈസ്. പിന്നെ ഇത്ര ദിവസം വീഡിയോ ഒക്കെ ചെയ്യുന്നത് നല്ല ചെറിയ ബിസിയും തിരക്ക് വരുന്നു. പുറയുന്ന അടി. ആരുടെ ഇത്? സ്കോപ്പും ഇല്ല. ഇവിടെ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പായസം വരുമ്പോൾ വരുന്നില്ല. ഇവിടെ ഓടടി. ഓടട്ടെ. ഈ ബാറ്ററി ഇവിടെ വെച്ച് നിർത്തുക ഞാൻ തരും. ജസ്റ്റ് കാണിച്ചിന് വേണ്ടി കയറിയെന്ന് കാണിച്ചെന്നേ. അയ്യോ ഇല്ലേ ഗൈസ്. പിന്നെ നമ്മൾ ആ ഗെയിം അവിടെ വെച്ച് നിർത്തിയിരുന്നു. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് നിർത്തിയെന്നേ ഉള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഇതിൻ്റെ അതിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ അവതാർ എന്ന് പറയുന്നത് ഇച്ചിരി ബെറ്റർ. അവതാറാണ് പറയുന്നത്. നല്ല അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ആനിമേഷനും അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുവാ ആനിമേഷൻ, അത്യാവശ്യം നല്ല ആനിമേഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. 3 ഗെയിംസ് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രെയിം സെറ്റിനും ഇത് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രൊഫൈൽ അത് ചെക്ക് ചെയ്യുന്നത് 3 ക്യാരക്ടേഴ്സിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. 2 ബോയും ഒരു ലേഡി ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത് സ്റ്റാറ്റസ്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ടോക്കൺസ് കളക്ട് ചെയ്യുന്ന സെഷൻ, ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതൊക്കെ ഇല്ല. അതൊക്കെയാണ് സംഭവം. പിന്നെ ഇനി എന്ത് വരുന്നത്? പിന്നെ എൻ്റെ ക്യാരക്ടർ സെഷനാണെന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. അത് തന്നെ ഇനി സ്റ്റോർ സെഷനിലോട്ട് നമ്മൾ പോകുന്നത്. സ്റ്റോർ സെഷനിൽ ടോപ്പ് അപ്പ് ഏരിയാസ്, അതിൻ്റെ അകത്ത് നമുക്ക് ഇമോട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇമോട്ട്സ് കിട്ടും.
ഇത് ടോപ്പ് അപ്പ് വേരിയേഴ്സാണ്. 29 രൂപയ്ക്കും അതിനോട്ടുള്ള ഒരു 400 രൂപയ്ക്കും 450 രൂപയ്ക്ക്. പിന്നെ ഇത് ജെംസ് ഉണ്ട്. ജെംസ് ആണെങ്കിൽ ഡയമണ്ട്സ് ആണ് അർത്ഥം. പിന്നെ അത് ക്യാരക്ടർ 3 ഇഷ്ടപ്പെട്ടത് ഫീനിക്സ്, സർത്താജ്, മോഹിനിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട 3 ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടുപിടിക്കുന്നത് എന്തുവാ ഇത് ഇൻഡസ് ആണെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഗൺസിൻ്റെ സ്കിൻസ്, ക്യാരറ്റിൻ്റെ ഡ്രസ്സ് അതൊക്കെയാണ്. വെഹിക്കിൾസ്, ഇമോട്ട്സ് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കട്ടാര അതിൻ്റെയൊക്കെ എന്തായിരുന്നു ഫീച്ചേഴ്സ് അതൊക്കെ ഉണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന ഇതിനനുസരിച്ച് നമുക്ക് വണ്ടിയുടെ സ്കിന്ന് മേടിക്കാം. അങ്ങനെ നമ്മുടെ ഈ കിട്ടുന്ന ഈ കളക്ട് ചെയ്യുന്ന ടോക്കൺ വെച്ചിട്ട് ഇതൊക്കെ മേടിക്കുന്നത് വണ്ടിയുടെ സ്കിന്ന്, തോക്കിൻ്റെ സ്കിൻസ്. ഈ ഫ്ലൈ ആയിട്ടുള്ള ഗ്യാസ് കയ്യിൽ നിന്നൊക്കെ ഗ്യാസ് പോകത്തി നമ്മൾ പബ്ജി കളിക്കുമ്പോൾ അത് എഫക്റ്റൊക്കെ ഉണ്ട്. പിന്നെ അവർ ഇത് ഗ്രാഫിക്സ് നമ്മുടെ ടോക്കൺസ് വെച്ച് മേടിച്ച് കൂട്ടത്തില്ല. അതുപോലെ പിന്നെ ഇവരുടെ ചാനലും ഉണ്ട്. അവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഉണ്ട്. കേസ് നമ്മൾ ഇനി എത്തിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇനി എന്തുള്ള വീണ്ടും ഓഫീസ് സ്റ്റോർസ് പിന്നെന്തുള്ള ഇനി നമ്മൾ നേരെ ഇതാണ് 3 മെത്തേഡ്സ് ഉള്ളത്. പിന്നെ TDM, ബാറ്ററി റോയൽ, ഇപ്പോഴത്തേക്കും TDM, പിന്നെ ഒന്ന് ട്രെയിനിക്ക് ഫൈറ്റിംഗ് റേഞ്ച്. അതാണ് TDM ആണ്. ജസ്റ്റ് ഞാൻ കളിച്ച് നോക്കുന്നു. ആദ്യം വലിയ പ്രോയൊന്നുമല്ല. BGMയ്ക്കകത്തായാലും ഫ്രീ ഫയറിൻ്റെത്തായാലും ഇത് കണ്ടിട്ട് ഇനി ഫ്രീ ഫയറിൻ്റെ ഇതൊന്നും പറയില്ലേ. ഫ്രീ ഫയർ ഇത് പ്രൈം റഷാണ്, അഥവാ ഇൻഡസ് എന്നാ പേര് മാറ്റാൻ എന്താ കാരണമെന്ന് അറിയത്തില്ല. പക്ഷേ സർത്താജിനെ കണ്ടുപിടിച്ചാൽ ഇൻഡസ് എന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചത്. ഓടട്ടെ ചാടാൻ പറ്റുമോ? ചടി ഇല്ല ചാടാൻ കയറി പറ്റത്തില്ല. അടി റൈറ്റിൽ നടി സ്കോപ്പ് ഇടട്ടില്ല. ചത്ത് എങ്ങനെ ഇരിക്കുന്നു ജസ്റ്റ് കാണിച്ചു തന്നേയുള്ളൂ. ഞാൻ വലിയ പ്രോയൊന്നും അല്ലേ. AW വിട്ട് പിടിക്കാമെന്നു. AW വലിയ സ്കോപ്പ് ദൂരെയിട്ട് അടിക്കുന്ന സാധനമൊക്കെ തന്നെ. പക്ഷേ ഞാൻ അത്രയ്ക്കും പ്രോയൊന്നും ഇല്ലല്ലോ. ഒരടി ഇല്ല, അടി കൊണ്ട് ചത്ത്. കേസ് വിളിച്ച് നേരത്ത് വെറുതെ എന്തിനാ അടി കൊണ്ട് ചാവുന്നത്. അപ്പോൾ കൈസ് നമ്മുടെ ചാനൽ കാണാതെ കാണുക, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിക്കുക. കേസ് സൈനിങ് ഓഫ് ഇറ്റ്സ് മീ വൈഫ് ഗെയിമിംഗ്.